നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് കിട്ടുന്നില്ല. കാരണം തിരക്കിൽ മാതാപിതാക്കളെ നമ്മൾ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നു. അപ്പനും അമ്മയും മക്കളിലേക്കും മാത്രമായി നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷേ സംസ്കാരത്തിൻ്റെ കൈമാറൽ നടക്കുന്നത് എങ്ങനെയാണ്? അപ്പനിൽ നിന്ന് മകനിലേക്കല്ല. കാരണം അപ്പനും അമ്മയും ജീവിതത്തിൻ്റെ തിരക്കിലാണ്, അവർക്ക് സമയമില്ല. മക്കൾക്ക് സമയമുണ്ട്, പക്ഷേ ഈ അപ്പനും അമ്മയുടെയും സമയക്കുറവ് കൊണ്ട് മക്കളിലേക്കൊന്നും പകർന്നു കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ സമയമുള്ളവരുണ്ട്. അത് ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തിയ വല്യപ്പനും വല്യമ്മയുമാണ്. സമയമുള്ള വല്യപ്പനും വല്യമ്മയും സമയമുള്ള കൊച്ചുമക്കളും തമ്മിൽ ഒരുമിച്ചിരിക്കുന്നതിനും കൂട്ടുകൂടുന്നതിനുമുള്ള സാഹചര്യം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് തലമുറകളിലേക്കുള്ള സംസ്കാരത്തിൻ്റെ പകർന്നു കൊടുക്കലിൻ്റെ ആ ചാനലാണ്, അല്ലെങ്കിൽ ആ പകർന്നു കൊടുക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തീർച്ചയായും കുടുംബയോഗങ്ങൾ നമ്മളുടെ മാതാപിതാക്കളെ തിരിച്ചറിയുന്നതിന്, അവരുടെ ഏറ്റവും വലിയ അവരെ ഈ ചെറുമക്കളെയും മക്കളെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിത രീതികൾ അത് വീണ്ടും വീണ്ടും നമ്മുടെ തലമുറകളിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അത് കുടുംബത്തിൻ്റെ മഹത്വമാണെങ്കിലും, സഭാവിശ്വാസത്തിൻ്റെ അടിത്തറയാണെങ്കിലും, ദൈവവിശ്വാസത്തിൻ്റെ ഏറ്റവും നല്ല കരുത്തുറ്റ മൂല്യങ്ങളാണെങ്കിലും, പൊതുസമൂഹത്തിനെ ആകെ ബാധിക്കുന്ന നല്ല ഗുണങ്ങളാണെങ്കിലും ഒക്കെ അത് കഥകളായി, അത് പുതിയ ഉപദേശങ്ങളായി, ഒരുള്ള ചോറിൻ്റെ സ്നേഹത്തോടു കൂടി മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നതിനൊക്കെ ഈ കുടുംബയോഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാരണമായി തീരണം. അപ്പോൾ ഇത് കേവലം ആഘോഷത്തിന് തിരിച്ചറിവിലുള്ള വേളയാകണം. അങ്ങനെ തിരിച്ചറിവുകളിലൂടെ, ബോധ്യങ്ങളിലൂടെ അത് പരസ്പരം നമ്മൾ തമ്മിൽ തിരിച്ചറിയുവാൻ, രക്തത്തെ തിരിച്ചറിയുകയും തൊട്ടറിയുകയും ചെയ്യുന്നത് പോലെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതെന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും തിരിച്ചറിയുകയും കണ്ടെത്തുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതിനൊക്കെ ഈ കുടുംബയോഗ പ്രവർത്തനങ്ങൾ കാരണമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഈ മൂന്നാമത് കുടുംബയോഗത്തിൻ്റെ ഏറ്റവും നല്ല ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു. ഏറ്റവും പ്രായം കുറഞ്ഞ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ അദ്ദേഹത്തെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് കാളിയാനിൽ കുടുംബത്തിൽ നിന്ന് അനേക വൈദികരും സന്യസ്തരും പിറവിയെടുക്കുന്നതും നമ്മുടെ ഈ കുടുംബത്തെ ഈശോനാഥൻ സ്നേഹിക്കുന്നതിന്റെ തെളിവായി നമുക്ക് കരുതാം. എത്രയും ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി നമ്മുടെ പിതാവിനെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി വേദിയിൽ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ മൂന്നാമത്തെ കാളിയാനി കുടുംബയോഗത്തിൽ എത്തിച്ചേരുന്നതിനും നിങ്ങളോടുകൂടെ സമയം ചെലവഴിക്കുന്നതിനും സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് അതിയായി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രദേശത്തേക്കാൾ വന്നത്. ആദ്യം മുതൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന കാളിയാനിക്കാർ മണിമല ആ ഭാഗങ്ങളിലും മലബാറിലെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. കട്ടപ്പന ഭാഗത്ത് ആരൊക്കെയോ ഉണ്ടെന്ന് അറിയാമായിരുന്നു. ആരൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ വർഷത്തെ രണ്ടാമത്തെ കാളിയാനി കുടുംബയോഗത്തിൽ വെച്ചാണ് നിങ്ങളിൽ പലരെയും കാണുവാൻ സാധിച്ചത്. ഇന്നിവിടെ എത്തിയ ആ സമയം മുഴുവൻ ഒരു സ്നേഹത്തിൻ്റെ ചൂടാണ് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത്. എല്ലാവരുടെയും മുഖങ്ങളിലുള്ള സന്തോഷവും നിങ്ങളുടെ സ്വാഗതവും കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മളെല്ലാവരും ഒന്നാണല്ലോ എന്ന്. അതാണ് നമുക്ക് എപ്പോഴും ആസ്വദിക്കേണ്ടത്. ഇന്നലെ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഷാജിയേച്ചൻ നമ്മോട് പറഞ്ഞതുപോലെ കൂട്ടായ്മയിലൂടെയാണ് ദൈവത്തെ അറിയുവാൻ സാധിക്കുക. യേശുക്രിസ്തു ഒരു കൂട്ടായ്മയിലൂടെയാണ് പല പ്രവൃത്തികളും ചെയ്തത്. യേശു ചെയ്ത കാര്യങ്ങൾ എല്ലാം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നു. പ്രത്യേക നിമിഷങ്ങളിൽ ഈശോ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടപ്പോൾ കൊണ്ടുപോയിരുന്നു. അതുപോലെ നാം എല്ലാവരും കാളിയാനി കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ അധികം ഉണ്ടാകും. പഴയ സാഹചര്യങ്ങൾ മൂലം പലപ്പോഴും നമുക്കിത് അനുഭവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ പൂർവ്വപിതാക്കൾ ഒരു കാലത്ത് ഒന്നിച്ച് ജീവിച്ചിരുന്നവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തിലും സ്നേഹത്തിലും കഴിഞ്ഞിരുന്നു. സാഹചര്യങ്ങൾ കാരണം അവർ പല ദേശത്തേക്ക് പോകേണ്ടതായി വന്നു. പക്ഷേ ആ സമയത്ത് എല്ലാവരോടും ഒന്നിച്ചു ചേരുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുവാനും പറയാനുള്ള സൗകര്യങ്ങളും
വളരെ കുറവായിരുന്നു. ഇന്ന് ദൈവാനുഗ്രഹത്താൽ നമുക്ക് വണ്ടി സൗകര്യമുണ്ട്, ഫോൺ സൗകര്യമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കാണാനായിട്ട് ഫേസ്ബുക്ക്, സ്കൈപ്പ് എന്നിവ പല സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരെയും അറിയുവാനും സ്നേഹിക്കുവാനും എളുപ്പമാണ്. കുടുംബയോഗം എന്ന് പറയുന്നത് മിക്കപ്പോഴും നാം വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന ഒരു കാര്യമായിട്ടാണ് കരുതുന്നത്. അങ്ങനെ നാം കൂടുമ്പോൾ നാം കാണുന്നത് എല്ലാവരും സന്തോഷത്തിൽ വരുന്നു പോകുന്നു. പക്ഷെ ആ കുടുംബയോഗത്തിന്റെ യഥാർത്ഥ ചൈതന്യം നാം ആസ്വദിക്കേണ്ടത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലാണ്. എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചും സഹകരിച്ചും ജീവിക്കുമ്പോഴാണ് ആ കുടുംബത്തിലുള്ള സ്നേഹം നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. നമ്മൾ എല്ലാവരും കലയാണി കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവരും ഒരുപോലുള്ളവർ ആയിരിക്കുകയില്ല. സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ജോലിപരമായിട്ടും പല വ്യത്യസ്തത ഉണ്ടായിരുന്നേക്കാം. എന്നാലും നമ്മൾ എല്ലാവരും ഒരേ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു വന്നവരാണ്. അതാണ് നമ്മെ എല്ലാവരെയും യോജിപ്പിക്കേണ്ട ഒരു കാര്യം. സാഹചര്യങ്ങൾ കാരണം നമ്മുടെ ഇടയിൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ സ്വൽപ്പാസൂയയും സ്നേഹക്കുറവും ഒക്കെ വന്നേക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഇടയ്ക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ട് പല കുറ്റങ്ങൾ ഉണ്ടായിരുന്നേക്കാം. പക്ഷെ ഇന്ന് നാം എല്ലാവരും അനുഗ്രഹീതരാണ്. വിദ്യാഭ്യാസപരമായി നമ്മൾ വളരെയധികം മുന്നോട്ട് വന്നിരിക്കുകയാണ്. ജോലി കാര്യങ്ങളായി നമ്മൾ വളരെയധികം മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആയതിനാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായത് നമ്മുടെ ഉള്ള ആ വിഭിന്നതകൾ മറന്ന് ആ സ്നേഹത്തിൽ ഒന്നുകൂടി യോജിച്ച് സഹകരിച്ച് ദൈനംദിന ജീവിതത്തിൽ ജീവിക്കണം എന്നുള്ളതാണ്. സ്നേഹമാണ് ഒരു കുടുംബത്തെ യോജിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. സ്വത്തല്ല, സമ്പത്തല്ല, യോഗ്യതകൾ അല്ല, സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹ ദൈവത്തിൽ നിന്നാണ് നമുക്ക് എല്ലാവർക്കും സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തിലൂടെയാണ് നാം അന്യോന്യം സ്നേഹിക്കേണ്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സ്നേഹത്തിന്റെ സന്തോഷം, ജോയ് ഓഫ് ലവ് എന്ന ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകം കഴിഞ്ഞ 2 പ്രാവശ്യമായി നടന്ന സിനഡുകളുടെ സംഹാരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ പുസ്തകത്തിൽ പിതാവ് നമ്മോട് പറയുന്നത് നമ്മുടെ സ്നേഹത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം ഉണ്ടായിരിക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം ഉണ്ടായിരിക്കണം എന്നാണ്. സ്നേഹമില്ലാത്ത കുടുംബം ഒരു കുടുംബമായി കരുതാൻ സാധിക്കുകയില്ല. കാരണം ഒരു കുടുംബത്തിൽ ആവശ്യമായിരിക്കുന്നത് സ്നേഹമാണ്. ആ സ്നേഹമാണ് നമ്മെ എല്ലാവരെയും യോജിപ്പിക്കുന്നത്. സ്വത്തല്ല, സമ്പത്തല്ല, സൗന്ദര്യമല്ല, സ്നേഹമാണ്. ആ യഥാർത്ഥ സ്നേഹം, ആ പരിശുദ്ധമായ സ്നേഹം നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമായിരിക്കും. നമ്മുടെ ഇടയിലുള്ള പല വ്യത്യസ്തതകൾ ആ സ്നേഹം മായ്ച്ചു കളയും. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹത്തിൽ ഒരു മനസ്സോടെ കാണാൻ ശ്രമിക്കാം. എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് അന്യോന്യം സഹായിക്കാൻ സാധിക്കുന്നത്. നമ്മളെല്ലാവരും കേരളത്തിന്റെ പല ദിക്കിലായിരിക്കാം, കേരളത്തിന് പുറത്തായിരിക്കാം. പക്ഷേ ആ സ്നേഹം നമ്മൾ ഉണ്ടെങ്കിൽ എല്ലായിടത്തും നമ്മൾ ഒന്നിച്ച് കഴിയുവാൻ സാധിക്കും. അതിനാൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും എല്ലാവരെയും ഓർത്തിരിക്കാൻ സാധിക്കില്ലായിരിക്കും. എന്നാൽ ഇതുപോലെ പലപ്പോഴും കൂടുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് കഴിയുന്നത്രയും ഇതുപോലെയുള്ള ഉപയോഗങ്ങളിൽ ഞാൻ വരാൻ ശ്രമിക്കാം. ദൂരത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും ഹൃദയത്തിൽ എപ്പോഴും സ്നേഹം ഉണ്ടായിരിക്കും. നിങ്ങളും അതുപോലെ അന്യോന്യം സ്നേഹിച്ച് സഹകരിച്ച് സഹായിച്ച് ജീവിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരുണ്യവാനായ ദൈവം പ്രത്യേകിച്ച് കരുണാവർഷം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടായിരിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹമുണ്ടായിരിക്കട്ടെ. അതുപോലെ നമ്മുടെ വലിയ കുടുംബം, കളിയാനി കുടുംബത്തിൽ അത്യധികമായ സ്നേഹമുണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമർപ്പിക്കുന്ന 2015 11 വർഷത്തെ വാർഷിക റിപ്പോർട്ട് 2014 മെയ് മാസം 7-ാം തീയതി കാളിയാനി കുടുംബത്തിന്റെ പ്രഥമ കുടുംബ സംഗമം ചന്ദ്രക്യാമ്പാറ
ചെറുപുഷ്പ ദേവാലയത്തിൽ നടത്തപ്പെടുകയും തുടർന്ന് രണ്ടാമത് കുടുംബ സംഗമത്തിന്റെ ആലോചനാ യോഗം മാർ അലക്സ് തോമസ് കാളിയാനിന്റെ സാന്നിധ്യത്തിൽ 11/9/2014 മണിമലയിൽ ജോസുകുട്ടി കാളിയാനിന്റെ ഭവനത്തിൽ ചേരുകയും ചെയ്തു. പ്രസ്തുത യോഗത്തിൽ ഇടുക്കി, മലബാർ, കോട്ടയം, തിരുവനന്തപുരം മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. യോഗത്തിൽ കുടുംബയോഗം നടത്തുന്നതിലേക്കായി അപ്പച്ചൻ കുടിയന്മല, ദേവിച്ചൻ കരക്കാട്ടൂർ, ജോസുകുട്ടി കണ്ണിക്കാട്, തങ്കച്ചൻ മണിമല എന്നിവരെ ഭാരവാഹികളായും ജോൺസൺ രാമക്കൽമേട്, മാണിച്ചൻ, അന്തോണിച്ചൻ പുലിക്കല്ല്, ചാക്കോച്ചൻ കട്ടപ്പന, മനോജ് ചാത്തന്തറ, സിരിച്ചൻ കാപ്പാട്, ജിതിൻ കരിക്കാട്ടൂർ, ജെയ്സൺ ചിന്ന, റോയി കുടിയന്മല, ഷജീവ് പാറത്തോട് എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുത്തു. പ്രസ്തുത യോഗത്തിൽ വെച്ച് 21/2/2015 ശനിയാഴ്ച മണിമല കോണിയുമായി കൊറോണ പള്ളി പാരീഷ് ഹാളിൽ വെച്ച് രണ്ടാമത് കുടുംബയോഗം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് കുടിയന്മല, കരിക്കാട്ടൂർ, മണിമല, പുലിക്കല്ല് എന്നീ സ്ഥലങ്ങളിൽ വെച്ച് യോഗം ചെയ്യുകയും കുടുംബാംഗങ്ങളിൽ നിന്ന് കുടുംബയോഗത്തിലുള്ള ചെലവിലേക്കായി സോമനസ നൽകുന്ന തുക സ്വീകരിക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. ആയതിലേക്ക് വളരെ ഉദാര മനസ്കതയോടെ കുടുംബാംഗങ്ങൾ സഹകരിക്കുകയും ചെയ്തു. 21/2/2015 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ആദരണീയനായ ആർച്ച് ബിഷപ്പ് മാർ അലക്സ് തോമസ് കാളിയാനിന്റെ കാർമ്മികത്വത്തിൽ മണിമല കോടിയുമാക്കി കൊറോണ പള്ളിയിൽ വിശുദ്ധ കുർബാന നടത്തുകയും തുടർന്ന് മരണമടഞ്ഞ പൂർവ്വികർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്തു. 10:45 മണിമല കൊറോണ വികാരി ഫാദർ ആന്റണി നിരയത്തിന്റെ അധ്യക്ഷതയിൽ ഈശ്വര പ്രാർത്ഥനയുടെ പൊതുസമ്മേളനം ആരംഭിക്കുകയും ഫാദർ ജസ്റ്റിൻ കാളിയാനെ സ്വാഗതം പറയുകയും ചെയ്തു. യോഗത്തിൽ ഏകദേശം 415ഓളം പേർ പങ്കെടുത്തു. വാഴൂർ MLA ഡോക്ടർ N. ജയരാജ് അവർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മാർ അലക്സ് തോമസ് കാളിയാനിൽ കുടുംബചരിത്രം അടങ്ങിയ പുസ്തകം പ്രകാശനം ചെയ്യുകയും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഫാദർ KT ജോസ് കുടുംബത്തിലെ മുതിർന്ന തലമുറയിലെ വ്യക്തികളെയും വിവാഹ ജീവിതത്തിൽ 50 വർഷം പിന്നിട്ട വ്യക്തികളെ ശ്രീ പോൾ തോമസും പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തുടർന്ന് ബേബിച്ചൻ കാളിയാനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീമതി റോസലി ജോസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ, കുടുംബ ബന്ധുക്കളായ ഫാദർ തോമസ് വെൺമാത്ര, ഫാദർ ജോർജ് ആന്റണി ആശാരിശ്ശേരി, ഫാദർ ബെന്നി കൊച്ചുമാണിക്കുന്നൽ, ഫാദർ ഷാജി പനമ്പറമ്പിൽ, ഫാദർ അനു കാളിയാനി, സിസ്റ്റർ മരിയ രഞ്ജിനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും അപ്പച്ചൻ കാളിയാനി യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു. 1 മണിയോടെ യോഗം അവസാനിക്കുകയും തുടർന്ന് സ്നേഹവിരുന്നിനു ശേഷം കുട്ടികളുടെ കലാപരിപാടികളും കുടുംബബന്ധം പുതുക്കലും ചർച്ചകളും നടന്നു. ചർച്ചയിൽ 3ാമത് കുടുംബയോഗം ഇടുക്കി പുലിയന്മലയിൽ വെച്ച് നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. 4 മണിക്ക് ദേശീയഗാനത്തോടെ കുടുംബസംഗമം അവസാനിച്ചു. ഈ കുടുംബ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ഈ പള്ളി വികാരി കൂടിയായ ഫാദർ ടോം ജോസ് വാത്തശ്ശേരി അച്ഛ, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയപ്പെട്ട ഇടുക്കിയുടെ MP അഡ്വക്കേറ്റ് ജോയിസ് ജോർജ്, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ അലക്സ് തോമസ് കാളിയാനി, ബഹുമാനപ്പെട്ട ഷാജി അച്ഛൻ, ഇവിടെ വേദിയിലിരിക്കുന്ന സിസ്റ്റേഴ്സ്, കാളിയാനി കുടുംബാംഗങ്ങളെ, ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് ഞാനൊരു കാളിയാനി കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്, ഞാനൊരു കാളിയാനി കുടുംബത്തിലെ അംഗമാകുന്ന അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ ഈ കുടുംബ സംഗമത്തിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. കാരണം കൂടുമ്പോൾ ഉള്ള ഇമ്പമാണ് കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഒരു കുടുംബ സംഗമത്തിന് ഞാനും നിങ്ങളുടെ പ്രചോദനം ഏറ്റെടുത്തുകൊണ്ട് ശ്രമിക്കുന്നതിന് വേണ്ടി എനിക്കൊരു വഴിധാരയായി, ഒരു വഴികാട്ടിയായി ആണ് എന്ന് ഞാൻ ഈ കുടുംബ സംഗമത്തിലൂടെ ഞാൻ സ്വീകരിക്കുകയാണ്. ഈ കാളിയാനി കുടുംബങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ വന്ന് ഈ നാടിനെ നാടാക്കി മാറ്റുന്നതിന് വേണ്ടി വലിയ സംഭാവന ചെയ്തിട്ടുള്ളൊരു കുടുംബമാണ്. മണിമലി എന്ന് പറയുമ്പോൾ ഞങ്ങളും മണിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും എൻ്റെ അച്ഛൻ്റെ മകളുടെ കുടുംബമെല്ലാം മണിമലയിലാണ്.
അങ്ങനെ മണിമലയുമായി വലിയ ബന്ധമുണ്ട്. പക്ഷെ ഇവിടെ കാളിയാനി, ഇപ്പൊ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് പറഞ്ഞപ്പോൾ പുളിയമ്പലിയിലെ കാളിയാനിക്കാരെ കുറിച്ച് വലിയ വിവരങ്ങളില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള അറിവാണ്. നിങ്ങൾ കുടുംബത്തിൽ അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടുത്തെ നാനാവിധ ജാതി മതത്തിൽപ്പെട്ടിട്ടുള്ള ജനങ്ങളെല്ലാം കാളിയാനി കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ള പുണ്യപ്രവർത്തനത്തിന്റെ ഉടമകളാണ് ഈ പുളിയമ്മലയിലെ കാളിയാനി കുടുംബം. അന്തോണിപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ജീവന്റെ ജീവനാണ്. കാരണം ഓടിയെത്തുന്ന നിലവിളിയോടുകൂടി ഇരു കൈകളിലേക്കും ഓടിയെത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സ്നേഹത്തോടെ പിടിച്ച് വേദനയോടുകൂടി കടന്നു വരുന്ന ആളുകളെയെല്ലാം തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വേദനയില്ലാതെ ചിരിക്കുന്ന മുഖമായി പറഞ്ഞു വിട്ടുകൊണ്ടിരുന്ന കുടുംബം എന്ന് പറയുന്നത് കാളിയാനി കുടുംബമാണ്. ആ കുടുംബത്തെ ഈ നാട്ടിൽ നിന്നോ ഈ സമൂഹത്തിൽ നിന്നോ നമുക്ക് മാറ്റി മറിക്കുവാൻ കഴിയില്ല. അങ്ങനെ ഒരു ബന്ധം ഈ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് ഇവിടെ ആർച്ച് ബിഷപ്പും എം പിയും എല്ലാം പറഞ്ഞതിന്, നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞതിന് അപ്പുറമായി ഒന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാന്യ സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഇവിടെ നമുക്ക് നല്ല പ്രബോധനം നൽകി വരും നാളുകളിലേക്കുള്ള ചിന്താഗതി നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുവാൻ രക്ഷിതാക്കൾ, അച്ഛനും അമ്മയും പ്രായം ചെന്ന ആളുകളും ശ്രമിക്കണമെന്ന അപേക്ഷയാണ് എനിക്കുള്ളത്. ഇപ്പൊ നമ്മൾ മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു അവസ്ഥയുണ്ടറിയോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നി, കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്നത് അവിടെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയാണ്. നേരത്തെ ഫോട്ടോ എടുക്കുന്നത് ആ കുടുംബത്തിൽ അറിയാവുന്ന ആളുകൾ വഴി നീ നിൽക്കുന്നില്ല പറയും. പാന്നിപ്പെല്ലാം മാറ്റിയിട്ട് മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആളുകളെ ആ പരിചയത്തിൽ കുടുംബത്തിന്റെ ബന്ധത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നുള്ള അനുഭവമാണ് ആ വിളിച്ച് അലവൻസ് ചെയ്ത ആളുകളെ ക്ഷണിച്ച് ഫോട്ടോ എടുക്കുന്നത്. ഇല്ല, നേരത്തെ അങ്ങനെയല്ല. എല്ലാ കുടുംബങ്ങളും എവിടെ നിന്ന് വന്നാലും അവരെയെല്ലാം എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ അറിയുന്നതാണ്. അവരെയെല്ലാം കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഒരു മരിച്ച വീട്ടിൽ എൻ്റെ അച്ഛൻ മരിച്ചാൽ, എൻ്റെ സഹോദരങ്ങൾ മരിച്ചാൽ അവരുടെ എല്ലാം മുമ്പിൽ എൻ്റെ ബന്ധുക്കളെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഇന്ന് അനൗൺസ് ചെയ്ത് അവരെ കൊണ്ടുവന്ന് നിർത്തേണ്ട ഒരു പരിസ്ഥിതിയിലേക്ക് നാം മാറിയിട്ടുണ്ട്. അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഈ കുടുംബത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു സന്തോഷത്തിന്റെ ഭാഗമായി നമുക്കെല്ലാം നാനാവിധത്തിലുള്ള ജോലികൾ, നാനാവിധങ്ങളിൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലും താമസിക്കുന്ന നിങ്ങൾ ഒരുമിച്ച് കൂടി, നിങ്ങളെ മക്കളെ എല്ലാം ഒരുമിച്ച് കൂടി സന്തോഷത്തെ സുഖമായി മാറ്റുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞതിന് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എന്നെ ഈ ഒരു കുടുംബ സംഗമത്തിൽ ക്ഷണിക്കുകയും എനിക്ക് ഒരു വാക്ക് ഈ കാളിയാനി കുടുംബത്തെ സംബന്ധിച്ച്, ഈ നാട്ടിലെ അവരുടെ സേവനത്തെ സംബന്ധിച്ച്, ആ പാരമ്പര്യ സ്നേഹത്തെ സംബന്ധിച്ച്, ഈ നാട്ടിലെ ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന വലിയൊരു മഹത്തായ കുടുംബത്തിന് നമ്മുടെ ആർച്ച് ബിഷപ്പിന്റെ മഹനീയ നാമം നമുക്ക് ഉച്ചരിക്കുവാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതും, നിങ്ങളുടെ കുടുംബത്തിന്റെ ഏറ്റവും മഹനീയമായ നാമം ഈ കേരളത്തിലും രാജ്യത്തും മുഴുവൻ പറന്ന് പന്തലിക്കുന്ന ഒരു സ്നേഹ സദസ്സാണ് ഇതെന്ന് കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെല്ലാം നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു കുടുംബ സംഗമം പൂർത്തിയാക്കുവാൻ കഴിയുമ്പോൾ, നാലാമത്തെ കുടുംബ സംഗമം ഏറ്റെടുക്കുന്ന വേദിയിൽ ഞങ്ങൾക്കും ഞങ്ങളെ പോലെ സഹകരിക്കാൻ കഴിയുന്ന ആളുകളെയൊക്കെ ക്ഷണിച്ചാൽ വരാൻ കഴിയുമെങ്കിൽ വന്ന് നിങ്ങളുടെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതിനും നടത്തുന്നതിനും ഞാൻ എന്നെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ഒരു കുടുംബമായി അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ള ആ മഹനീയ വാക്കിന്റെ ഭാഗമായി നിങ്ങളോടൊപ്പം എക്കാലവും ചേരുവാനുള്ള മനസ്സും ഞാൻ ഈ വേദിയിൽ പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കുടുംബസ്വത്തായ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ രക്ഷാധികാരിയായ സ്നേഹബഹുമാനപ്പെട്ട പിതാവേ, അതുപോലെ തന്നെ വിശിഷ്ടാതിഥികൾ ഓരോരുത്തരായി പോയെങ്കിലും അവരുടെ എല്ലാം സാന്നിധ്യം നമുക്ക് വളരെയധികം അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ വാർഡ് കൗൺസിലർ സി വിജു പറയുകയുണ്ടായി,
എങ്ങനെയാണ് കുടുംബ കൂട്ടായ്മ ശിഥിലമായത്, അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്ത്, ഇനിയും വീണ്ടും കൂടുതൽ ഊർജ്ജത്തോടു കൂടി കൂട്ടായ്മകൾ വളരട്ടെ, അതിന് ആശംസകളാണ് അദ്ദേഹം അർപ്പിച്ചത്. അതുപോലെ തന്നെ സദസ്സിലായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അതിൽ എല്ലാത്തിലും ഉപരിയായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളാണ്, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ. അവരുടെ സാന്നിധ്യമാണ് നമ്മുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയുടെ ഓജസ്സും അർത്ഥവും അതുപോലെ തന്നെ വളർച്ചയ്ക്കും പ്രധാനം. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിൽ എത്തിച്ചേർന്നിരിക്കുന്ന കുഞ്ഞു മക്കൾ, നമ്മുടെ കൂട്ടായ്മയെ കണ്ട് വളരുന്നവര്, എന്തിനാണ് കൂട്ടായ്മയെന്നും അതിന്റെ പ്രാധാന്യം എന്തെന്നും മനസ്സിലാക്കി വരും തലമുറകളിലേക്ക് കൈമാറാനുള്ളവരാണ് അവർ. അവരെല്ലാം മൊബൈൽ ഫോണിന്റെ ടച്ച് സ്ക്രീനിലാണ്. അതെല്ലാം ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പിയെടുത്ത് അത് ഹൃദയത്തിൽ സ്വായത്തമാക്കിയാണ്. അടുത്ത നാളെയെ കുറിച്ചുള്ള ചിന്തയും നാളത്തെ കൂട്ടായ്മകളും അവരാണ് നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ അവർക്ക് അതിനുള്ള ശക്തി നമ്മൾക്ക് നൽകാം. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം ദൈവമായ കർത്താവ് ആദ്യം സ്ഥാപിച്ച കൂദാശയാണ് കുടുംബം. ആദ്യം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അവന്റെ സ്വന്തം ഛായയിലും രൂപത്തിലും പാപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് പറ്റിയൊരു തുണയെ അവൻ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളിൽ നിന്നും അവന്റെ മുന്നിലൂടെ കൊണ്ടുവന്നു. അതിലൊന്നും അവൻ തൃപ്തനായില്ല. പിന്നീട് ദൈവം തന്നെ തീരുമാനിച്ചു അവന് പറ്റിയ ഇണയെ വേണം. അവനിൽ നിന്ന് തന്നെ, അവന്റെ ഭാര്യയിൽ നിന്നും ഹൗവയെ സൃഷ്ടിച്ചു. അത് കണ്ടപ്പോൾ അവൻ അത്യധികം സന്തോഷത്തോടെ ഹൗവ, ഏറ്റവും സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ് പുറപ്പെടുവിച്ച സൗണ്ടാണ് അവൾക്ക് ഹൗവ എന്ന പേരായി മാറിയത്. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഹൃദയം തുറന്ന് സന്തോഷിച്ചു ഹൗവ. അതാണ് സഖിയായി മാറിയത്. ആദ്യത്തെ കുടുംബം ദൈവം ആശീർവദിച്ചു, അനുഗ്രഹിച്ചു. സൃഷ്ടികർമ്മം അതിലൂടെ മനുഷ്യനെ ഏൽപ്പിച്ചു. ആ സൃഷ്ടികർമ്മം വളർന്ന് കുടുംബം വളർന്ന് മക്കളുമായി കുഞ്ഞുമക്കളുമായി വളർന്നപ്പോൾ അവർ ജീവിത സൗകര്യം തേടി, ജോലി തേടി നാനാ ദിക്കുകളിലേക്ക് അകലാൻ തുടങ്ങി. പിന്നെ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയകളുടെയും അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയകളുടെ വളർച്ചയും എല്ലാം മനുഷ്യനെ സ്വാർത്ഥനാക്കുകയും അകലാൻ പ്രേരിപ്പിക്കുകയും സ്വന്തം ജീവിത സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കാനായിട്ട് പ്രാപ്തനാക്കുകയും ചെയ്തപ്പോൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കും, ബന്ധങ്ങൾ ശുഷ്കിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കാരണവന്മാരോട് ചോദിച്ചാൽ അറിയാം, ഒരു കല്യാണം വന്നാൽ, ഒരു മാമോദിസ വന്നാൽ, ഒരു മരിച്ചടക്കം വന്നാൽ അയലത്തോട് എല്ലാം നടന്ന് ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി പാത്രങ്ങളും ഫർണിച്ചറുകളും ഡെസ്ക് മറ്റ് കസേരകളെ കൊണ്ടുവന്ന് വീടുകളിൽ പന്തലിട്ട് എല്ലാവരും കൂടിയാണ് ഒരു ചടങ്ങ് നടത്തിയിരുന്നത്. ഇന്നോ എല്ലാവരും മൊബൈലിൽ വിളിച്ചു പറഞ്ഞു, അല്ലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, അല്ലെ ഇമോയിലൂടെ പറഞ്ഞു, അല്ലെ ഫോണിലൂടെ പറഞ്ഞു. വരുന്നത് ഒരു കല്യാണമാണെങ്കിൽ പള്ളിയിൽ പോലും അധികം പേരുണ്ടാവില്ല. കേറ്ററിങ്ങിന്റെ ഓഡിറ്റോറിയത്തിൽ എവിടെയെങ്കിലും വന്ന് കണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകും. ചിലപ്പോൾ ഇറങ്ങുമ്പോഴായിരിക്കും കയ്യിൽ നോക്കി കാണിക്കുന്നത്. അത്രയ്ക്ക് നമ്മുടെ ബന്ധങ്ങൾ സൃഷ്ടിച്ചു പോയി. അതും വന്ന് ഭക്ഷണം കഴിച്ച് ഇല്ലാത്ത ഭക്ഷണം തന്നെ പേര് പറഞ്ഞ് കുറ്റം പറഞ്ഞ് പല്ല് കൂത്തി പോകുന്നു. അത്രയേ ഉള്ളൂ ബന്ധം. അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് പോയി ഇരിക്കുകയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മ മറ്റുള്ളവർക്കും മാതൃകയായി മാറുവാൻ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ അരക്കുട്ടൊപ്പിക്കുവാൻ, അറ്റുപോയ ശാഖകളെയൊക്കെ കൂട്ടി യോജിപ്പിക്കുവാൻ, മലബാറിലേക്കും ഹൈറേഞ്ചിലേക്കും ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്കും നാനാ ദിശകളിലേക്കും ചിതറിപ്പോയി മറ്റ് അറേബ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ എത്രയോ പേര് നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ വരാതെയുണ്ട്. കഴിഞ്ഞ കൂട്ടായ്മയ്ക്ക് ഇതിലും കൂടുതൽ അംഗങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ സിസ്റ്റർമാരുണ്ടായിരുന്നു, അച്ഛന്മാരുണ്ടായിരുന്നു. പക്ഷെ ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒന്നിനും കുറ്റം പറയാൻ പറ്റില്ല. എന്തെങ്കിലും സാഹചര്യങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ മാറ്റി നിർത്തും, കൂട്ടായ്മയെ മാറ്റി നിർത്തും. പക്ഷെ അതല്ല, ഇതിനെ പ്രാധാന്യം കാണണം. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, കർത്താവ് പിതാവ് പറഞ്ഞതുപോലെ കർത്താവ് തന്റെ സാന്നിധ്യം വഹിക്കുന്നത് മുഴുവൻ കൂട്ടായ്മയിലാണ്. അവൻ ജീവിച്ച് നടന്ന് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തത് കൂട്ടായ്മയിലൂടെയാണ്.
ആദ്യമേ തന്നെ കൂട്ടായ്മയിലേക്ക് ശിഷ്യന്മാരെ 12 പേരെ ഒരുമിച്ച് കൂട്ടി. അതുപോലെ തന്നെ അപ്പം മുറിക്കൽ ശുശ്രൂഷ ഒരു കൂട്ടായ്മയുടെ, അതുപോലെ തന്നെ കാൽവെഴുകൽ ശുശ്രൂഷ, അതുപോലെ തന്നെ അവൻ ചെയ്ത എല്ലാ പ്രവൃത്തിയിലും ജനസമൂഹത്തോട് കൂടിയാണ്. അപ്പൊ ആ കൂട്ടായ്മയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. യേശുവിന്റെ മരണശേഷം നാലകത്തിലേക്ക് പോയി ശിഷ്യന്മാരോട് അവൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഗോ ബാക്ക് ടു ജെറുസലേം. ഉന്നതത്തിൽ ശക്തി വരുന്നവരെ അവിടെ തന്നെ വസിക്കുക, പരിശുദ്ധാത്മാവ് വരുന്നവരെ അവിടെ തന്നെ കഴിയുക. അമ്മയുടെ നേതൃത്വത്തിൽ ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉന്നതത്തിൽ ശക്തി വന്നു, പരിശുദ്ധാത്മാവ് വന്നു എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. അപ്പോൾ ഈ കൂട്ടായ്മയിലാണ് ദൈവിക സാന്നിധ്യം. അവിടെ പണത്തിനോ പ്രതാപത്തിനോ സൗന്ദര്യത്തിനോ ആഡംബരത്തിനോ ഒന്നും യാതൊരു പ്രസക്തിയുമില്ല. നമ്മൾ മലയാളത്തിൽ ചൊല്ലില്ല, ഒരുമയുണ്ടെങ്കിൽ ഉറക്കമേൽ കേൾക്കാം. ആ ഒരുമ, സ്നേഹം, അതാണ് കൂട്ടായ്മയെ പിടിച്ചു നിൽക്കുന്നത്. അവിടെ ചിലപ്പോൾ പിതാവ് പറഞ്ഞതുപോലെ വലിയവനെന്നിരിക്കും, പണ്ഡിതനെന്നിരിക്കും, പാമനെന്നിരിക്കുന്നു, ധനവാനെന്നിരിക്കും, ദരിദ്രനെന്നിരിക്കും, അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഉള്ളവനെന്നിരിക്കും, ഇല്ലാത്തവനെന്നിരിക്കും. പക്ഷേ ഇതിനെ എല്ലാവരെയും കൂടെ കൂട്ടിയോജിപ്പിക്കുന്നതാണ് ഒരു കുടുംബം. ആ കുടുംബത്തിന്റെ വിശാല മനസ്കത. നമുക്കറിയാം, എല്ലാവരും ഡോക്ടർമാരാണ്. എന്താ സ്ഥിതി? ആരാണ് വല്ലതും വായിലോട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വല്ലതും കൃഷി ചെയ്യുന്നത്? എല്ലാവരും തെരഞ്ഞെടുപ്പക്കാരാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. എല്ലാവരും എഞ്ചിനീയർമാരാണ്. ആരാണ്? എല്ലാവരും രാഷ്ട്രീയക്കാരാണെങ്കിൽ എന്താ സംഭവിക്കുക? എല്ലാവർക്കും, എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹനീയതയുണ്ട്. അപ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബമാകണമെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വിശാല മനസ്കത, ഹൃദയ വിശുദ്ധിയും വിശാലതയും ഉണ്ടാവണം. അവിടെ വലിപ്പം ചെറുപ്പം വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിന്റെ സംഗമമായി, കൂട്ടായ്മയായി നമ്മുടെ ഈ സമൂഹം വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിതാവ് പറഞ്ഞതുപോലെ ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങളിൽ ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിനും അതൊരു ചിന്തയാണ് ഉണ്ടാവേണ്ടത്. വലിയവെന്നും ചെറിയവെന്നും ഇല്ലാതെ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഹൃദയവിശുദ്ധിയോടെ നമ്മുടെ കൂട്ടായ്മയ്ക്ക് ആശംസകൾ അർപ്പിക്കാം.